ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21-ന് വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾ വോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്. രാജ്യമുറ്റുനോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15-ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താൻ UDFും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് NDAയും. തമിഴ്നാട്ടിൽ DMKയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ 4-ാം ഊഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPMും കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ അധികാര തുടർച്ച BJP ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൗണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24-നായിരിക്കും വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29-ന് നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13-ന് വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ OPEC+ രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും OPEC-ൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30-ന് ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു. और आज इंटरनेशनल सन डे भी है, तो उसका भी सेलिब्रेशन कर रहे हैं. और आगे जाकर PM सूर्यघर में किस तरह से हम लोग 1 करोड़ हाउस होल्ड को कवर कर पाएं, उसके लिए जो अवेयरनेस चाहिए, जो आउटरीच चाहिए, उसके बारे में आज के मैराथन था. तो उसी की वजह से आज रन फॉर द सन किया गया. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് 4 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. 2ാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRFന്റെ പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരു ആക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21-ന് വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു.
സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. പോൾ വോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.